നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനീഷ്യസ് ജൂനിയർ കളിച്ചാൽ ബ്രസീൽ വിജയിക്കില്ല എന്ന തരത്തിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട്. അതിന് ഉപോത്ഫലകമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, വിനി കളിക്കാതിരുന്ന കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ 2 കളികളും ബ്രസീൽ വിജയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ വിനിയുടെ പ്രകടനം, വിനി ശരിയാണ്, പെനാൽറ്റി മിസ് ചെയ്തു, അതിൻ്റെ റീബൗണ്ട് മിസ് ചെയ്തു, ഒക്കെ ശരിയാണ്. അത്ര മോശമായിരുന്നുവോ? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ആദ്യ പകുതിയിലെ വിനിയുടെ പ്രകടനം എക്സലൻ്റ് ആയിരുന്നു. രണ്ടാം പകുതിയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നെങ്കിലും ആ പെനാൽറ്റി മിസ് ചെയ്തതോടുകൂടി ആളുടെ കോൺഫിഡൻസ് ഡൗൺ ആയ പോലുള്ളൊരു തോന്നലുമുണ്ടായി. ഏതായാലും വിനിയുടെ പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഈ കളിയിൽ, വെനിസ്വലയ്ക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹം 3 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ട്. അത് ബ്രസീലിൻ്റെ കാര്യത്തിൽ ഫസ്റ്റാണ് എന്ന് പറയേണ്ടി വരും. കാരണം 3 ബിഗ് ചാൻസുകൾ ഈ കളിയിൽ മറ്റാരും ബ്രസീലിനായിട്ട് മിസ് ചെയ്തിട്ടില്ല. 5 ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തതിൽ 1 ഓൺ ടാർഗറ്റായി, 3 ഡിസിസീവ് പാസുകൾ അദ്ദേഹം കൊടുത്തു. അത് ഈ ഗെയിമിൽ ഫസ്റ്റാണ്. അദ്ദേഹം 1-ാം സ്ഥാനത്താണ് ആ കാര്യത്തിൽ. ഏറ്റവും അധികം ഡിസിസീവ് പാസുകൾ, കീ പാസുകൾ കൊടുത്ത അദ്ദേഹമാണ്. 1 ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 9 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ, അതിൽ 5 സക്സസ്ഫുൾ, അതായത് 56% സക്സസ് റേറ്റ് അദ്ദേഹത്തിന് ഡ്രിബ്ലിങ്ങിലുണ്ട്. 13 ഡ്യുവൽസിൽ 9 വിജയിച്ചു എന്ന് പറയുമ്പോൾ 69% സക്സസ് റേറ്റ്. 3 ഫൗളുകൾ അദ്ദേഹം സഫർ ചെയ്തു. ഈ കളിയിൽ ഏറ്റവും അധികം ഫൗളിന് വിധേയനായ താരം അദ്ദേഹമാണ്. സോ മോശമല്ലാത്ത പെർഫോമൻസാണ്. സോഫാ സ്കോർ അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് 7 ആയിരുന്നു. വിനി പെനാൽറ്റി മിസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം മോശം കളിയാണ് എന്ന് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇത് പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെ 5 ഗോളുകളാണ് അദ്ദേഹം ബ്രസീലിനായിട്ട് നേടിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഏത് ഫോമിലാണ്, എന്ത് തരം ഫോമിലാണ് ലാലിഗയിൽ റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി അണിയുമ്പോൾ ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളൊരു പ്രകടനം ബ്രസീലുകാരും ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, ഈ പ്രകടനം അത്ര മോശമല്ല, പക്ഷേ ഇത് മതിയാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.